கால்கள் சொல்லுதடா சொல் சொல் அவளிடம் சொல் எந்த நெஞ்சில் கொள்ளுதடா അല്ല അടിയാ ബോൾ നീ എവിടെ എത്തി? ആ ഞാൻ ദേ വെച്ചിരട്ടാവും എടാ നീ വരുമ്പോ ഒരു ഫോണൊക്കെ മേടിച്ചിട്ട് വരാം. നിനക്കെന്തിനാണ് ഇതൊക്കെ തട്ടി കളിക്കാനാ? അങ്ങനെ നല്ലതാണ്, നീ മേടിച്ചിട്ട് വരാം. ഉണ്ട് കാര്യമുണ്ട്. ശരി അവിടെ ഞാൻ മേടിച്ചിട്ട് വരാം. ഓക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 19.7 റേഡിയോ ജാങ്കോ വിത്ത് ആർജെ ലക്ഷ്മി. 19.7 റേഡിയോ ജാങ്കോ. അങ്ങനെ തിരക്കടിച്ച ലോകത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണല്ലേ. ഇനി കുറച്ച് സീരിയസ് ആയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഞാൻ ഇത്ര പെട്ടെന്ന് സീരിയസ് ആയി? കുറച്ച് മുമ്പ് UCL ബാങ്ക് റോബറി നടന്ന വിവരം നിങ്ങളും കേട്ടു കാണും. നമുക്കിവിടെ കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരു സെക്യൂരിറ്റി കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ്. ബ്ലാക്ക് ജീൻസും വൈറ്റ് ടോപ്പും ജാക്കറ്റും കയ്യിൽ ബാഗുമായി സംശയാസ്പദമായി ഏതെങ്കിലും സ്ത്രീയെ കണ്ടാൽ നിങ്ങൾ ഉടൻ തന്നെ പോലീസിനെ ഇൻഫോം ഇന്ന് രാത്രി നിന്നെ ഗ്രൂപ്പിൽ നാട്ടിച്ച് കൊന്നിരിക്കും. സംശയിക്കുന്നുണ്ട് കേട്ടോ. അതെന്തുമാവട്ടെ, ഞാൻ ആലോചിക്കുന്നത് ഒരു പോലീസുകാരനെ ഫയർ ചെയ്തിട്ട് കാശും കൊണ്ട് കടന്നു കളയാൻ ആ പെണ്ണ് കാണിച്ച ധൈര്യമേ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹലോ ആ പറ. ഞാൻ ദേ വന്നോണ്ടിരിക്കുക. ആ ശരി. ആ ഉണ്ട്. ആ എന്നെപ്പറ്റ ദൈവം കൂടെ പോകുമ്പോഴതാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ചേട്ടാ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ അടുത്ത ടൗൺ വരെ? സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ബസ്സൊന്നും ഇല്ല. എന്നെ അടുത്ത ടൗണിൽ വിട്ടാൽ മതി. ടൗണിലോടെ വീട്? എൻ്റെ അല്ല, കസിൻ്റെ വീട്. താനെന്തിനാ പിന്നെ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് പോരായിരുന്നു? കുറേ നേരമായി സ്റ്റാൻഡ് നിൽക്കുന്നു, വിചാരിച്ചു കുറച്ച് നടക്കാമെന്ന്. അടിപൊളി. നല്ല ബെസ്റ്റ് സ്ഥലത്ത് നടക്കാറിങ്ങി. കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ കൊടും കാടാ. താൻ ഇതിനും വന്നിട്ടില്ല? ഇല്ല. അതെന്താ ഒറ്റയ്ക്ക് വന്ന്? വെറുതെ. പേരെന്താ? പ്രിയ. എൻ്റെ പേര് ലിപിൻ. താൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെപ്പോലെ തന്നെ പണിയും കൂലിയൊന്നും ഇല്ലല്ലേ? താൻ പഠിക്കുക? ഒന്ന് പെട്ടെന്ന് പോകാവോ? എൻ്റെ വണ്ടി കയറിട്ട് എന്നോട് ഓർഡർ ഞാൻ എന്താ ഡ്രൈവർ? വഴിയൊന്ന് ഇവിടേക്ക് പിടിച്ച് വണ്ടി കയറ്റി എന്നെ വേണം ആദ്യം അടിക്കാൻ. ചവിട്ടിക്കൊടുത്ത് വെളിക്കള അറിയാൻ വേണ്ടല്ല, ലാതായിപ്പോയി. അതുകൊണ്ട്
ഒറ്റ കാരണത്തെ വെറുതെ പിടിക്കില്ലേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 19.7 റേഡിയോ ജാങ്കോ വിത്ത് RJ ലക്ഷ്മി. 19.7 റേഡിയോ ജാങ്കോ. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ്. ബ്ലാക്ക് ജീൻസും വൈറ്റ് ടോപ്പും ജാക്കറ്റും കയ്യിലൊരു ബാഗുമായി സംശയാസ്പദമായി ഏതെങ്കിലും സ്ത്രീയെ കണ്ടാൽ നിങ്ങൾ ഉടൻ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ്. ബ്ലാക്ക് ജീൻസും വൈറ്റ് ടോപ്പും ജാക്കറ്റും കയ്യിലൊരു ബാഗുമായി സംശയാസ്പദമായി ഏതെങ്കിലും സ്ത്രീയെ കണ്ടാൽ നിങ്ങൾ ഉടൻ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുക. ബേബുല്ലേ, നീ എന്നാ വിചാരിച്ചു? ഒരു പോലീസുകാരനെ കൊന്ന് ബാങ്കിങ് കൊള്ളയടിച്ച് നൈസായിട്ടും സ്കൂട്ടാകാൻ കരുതിയോ? എന്നെ കണ്ടവർ ഊള എടുത്തുകൊണ്ട് നിനക്ക് ആ പോലീസുകാരുടെ എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയേക്കും. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ലിബിൻ, what happened? നോക്കാം. ഹലോ 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 അല്ല ഞാൻ പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നീ സഹായിച്ചേ പറ്റൂ? എന്തെങ്കിലും ആയിട്ട് എനിക്ക് പറഞ്ഞതാ. നീ കാര്യം പറ. എടാ, എൻ്റെ വണ്ടിയിൽ പെണ്ണ് കയറി. പെണ്ണ ചരക്കാണ്. എടാ പുള്ളി ആദ്യം പറയുന്ന കേൾക്കണം. ഇന്ന് ടി വിയിൽ ഒരു ന്യൂസ് ഇല്ലായിരുന്നു, ബാങ്ക് കൊള്ളയടിച്ച് കുറേ എണ്ണത്തിനെ കൊന്നൊരു തീവ്രവാദി. ഇത് അവളാണെന്നാ തോന്നുന്നത്. നീ പേടിക്കാതെ, ഇത് അവളാണെന്ന് ഉറപ്പാണോ? എടാ അവളൊന്നും ഉറപ്പായിട്ടൊന്നുമില്ല, പക്ഷെ ലുക്കിന് നല്ല സിമിലാരിറ്റി ഉണ്ട്. പോരാത്തിന് അവിടെ ഒരു വലിയ ഭാഗ്യമുണ്ട്. നീ എന്നെ ചെയ്യാനാ? എടാ അത് ചോദിക്കല്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ ഞാൻ പോലീസിനെ വിളിക്കട്ടെ. എടാ നീ മണ്ടത്തരൊന്നും കാണിക്കില്ലേ. നീ പോലീസിനെ വിളിച്ചാ നിങ്ങൾ രണ്ടുപേരും കഥ തീർത്തിട്ട് അവളുടെ പാട്ടിന് പോകും. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എടാ ഞാൻ എന്താ ചെയ്യണത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാടാ. എടാ നീ നൈസായിട്ട് ഒഴിവാക്കിയിട്ടെങ്കിൽ പോരെ. എങ്ങനെ? എടാ ഞാനിപ്പോൾ എന്താ വെഞ്ചിലെ ഫോറസ്റ്റിനകത്ത് നിൽക്കുക. നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോയേ? ഇല്ലെങ്കിൽ ഞാനെങ്കിലും വരാം. നീ വന്നിട്ട് എന്നെ ഉണ്ടാക്കാനാ? ആ അത് ശരിയാ. നീ ഇപ്പൊ അവളെ എങ്ങനെയും ഒന്ന് ഇറക്കി വിട്. എങ്ങനെ? വണ്ടി കേടാന്ന് വല്ലതും പറ. ശരി ശരി. എടാ അവളെ തിക്കുത്ത് നോക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇറക്കിവിടാം. ഞാൻ വിളിക്കാൻ. നീ പിന്നെ അവളെ വെച്ചോണ്ട് പോലീസിനെ മുന്നിലൊന്നും പോയി ചാടിയേക്കരുത്. നീയും കൂടെ അകത്തു കേട്ടോ. എന്നെ എന്തിനാ അകത്തെടുത്തേ? എടാ അതിപ്പോ പോലീസിനെ അറിയത്തില്ലല്ലോ. ഇടി കഴിഞ്ഞാൽ ചോദ്യം ഉണ്ടാകത്തുള്ളൂ. ഫസ്റ്റ് ഇടിക്ക് തന്നെ നീ അവളെ കെട്ടുവരാന്ന് വരെ സംഭവിച്ചു. വെച്ചോ നീ വെച്ചോ. ഞാൻ നോക്കിയിട്ട് വിളിക്കാം. അതെ, വണ്ടി ശരിയാകുമെന്ന് തോന്നുന്നില്ല. താൻ വേണം ഇവിടെ ഇറങ്ങി കിടന്നു. വേറെ വണ്ടി വരും. ഞാനങ്ങനെ ഈ കാട്ടിക്കൂടെ വേറെ വണ്ടി വരുന്നവരെ ഞാനിവിടെ ഇരുന്നോളാം. അതിപ്പോ വണ്ടി വണ്ടി ഓക്കെ ആവുമോ? ഞാൻ ഏൽപ്പിച്ചേക്കാം. ഒരു മിനിറ്റ്.
തീവ്രമായി തന്നെ. അവിടെ തോക്കുണ്ടോ? കളിയനി പെട്ട് ഇത് അവള് തന്നെയായിരിക്കും. അവള് ടെററാട്ടാ. നീ എന്തെങ്കിലും ചെയ്ത് അവളെ ഇറക്കി വിട്ടു. മൊത്തത്തിൽ നീ പെട്ട്. എടാ പിന്നെ നീ അവള് തരുന്നൊന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തേക്കില്ല കേട്ടോ. എടാ അവളെ തെറ്റിക്കൊന്ന് നോക്കുന്നുണ്ട്. ഞാൻ അവളെ ഇറങ്ങുമോ നോക്കട്ടെ. ഞാൻ വിളിക്കാം. ഓക്കെ. ഏത് നേരത്താണോ ഇവളെ പിടിച്ച് വണ്ടിയെ കയറ്റാൻ തോന്നി. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തെ വീടരുതെന്ന് പറഞ്ഞ എത്രയോ ശരിയാ. ഇവളെന്നെ കൊല്ലുവാവും. എന്തല്ല നമ്മുടെ നാട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പേടിയായിരുന്നു രാത്രിയിൽ. അപ്പോൾ പെണ്ണുങ്ങൾ കാരണം ആണുങ്ങൾക്കാ പേടി. കൊള്ളയടിക്കുക, കൊല്ലുക, ഇതൊക്കെ. അതിപ്പം രക്ഷപ്പെടാനാണെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നതിന് എന്താ കുഴപ്പം? ഞാനാണെങ്കിലും അതേ ചെയ്യും. ഇനി നീ എന്ത് ചെയ്യാ? എല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല. പക്ഷെ പാവം പിടിച്ച ആൾക്കാരെ കൊല്ലുന്നത് മോശമല്ലേ? അത് പാവങ്ങളാണെങ്കിൽ കൊള്ളാം. കഷ്ടകാലം ഇഷ്ടം ഏതൊക്കെ രൂപത്തിലാണോ വരുന്നത്? ദൈവമേ, പിള്ളേർ സംഘത്തിലാണോ എല്ലാണോ വിളിക്കുന്നത്? വല്ല ബോംബും വെക്കാനാണോ പ്ലാൻ? എന്താ ചെയ്യുക? ഹലോ, നീ എന്താ പിന്നെ ഫോൺ എടുക്കാത്ത? അത് പിന്നെ ഞാൻ ടമാർപ്പട കണ്ടോണ്ടിരിക്കുക. നീ എന്തുവാടാ ഇങ്ങനെ? ഇറക്കി വിട്ടാ ഇല്ല, എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇറക്കി വിടറാ അവളെ. അതിനല്ല നിന്നെ വിളിച്ചേ. നീ ഒരു കാര്യം ചെയ്യ്. നിങ്ങളിപ്പോ എവിടാ? ഞാൻ ഫോറസ്റ്റ് പോയി. എന്നാലേ വല്ലതും കഴിക്കാനാന്ന് പറഞ്ഞിട്ട് അവളെ ഹോട്ടലിൽ കഴിച്ച് നീ നൈസായിട്ട് കൂട്ടായിരിക്കും. കഴിക്കുന്ന കാര്യമെന്ന് പറയുമ്പോഴേ അവള് നോ പറയാൻ ചാൻസ് ഉള്ള. എങ്ങനെയുണ്ട്? എടാ കൊള്ളാം. ഞാൻ നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാം. അതെ, നമുക്കൊരു ഹോട്ടലിൽ കയറിയിട്ട് പോയാലോ? എന്തിന്? അതൊന്നും വേണ്ട. അല്ല, എനിക്ക് വേണം. തനിക്ക് എന്ത് വേണമെന്ന്? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. പിന്നെ ചെക്കിങ്. ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ഇവിടെ പിടിച്ചു കൊടുക്കണം. വരുന്ന വരട്ടെ. അതെന്നെ പോസ്റ്റ് അടിച്ച് നിൽക്കുക. ഇനി ബസ്സില്ലെന്നാ അവര് പറയുന്നത്. അതിനാ നിന്നോട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു. ചേച്ചി ഉപദേശിക്കാൻ നിൽക്കാതെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറ. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ലല്ലോ. ചേട്ടാ നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ടാക്സി വല്ലതും കിട്ടുമോ നോക്ക്. ടാക്സി സ്റ്റാൻഡ് ഇവിടെ
ഒന്നും കാണുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ. കൊച്ചു നോക്കണ്ട, അവർ 2 ദിവസമായിട്ട് സ്ട്രൈക്കില്ല. ചേച്ചി അവർ സ്ട്രൈക്കാണെന്നാ പറയുന്നത്. ചേച്ചി ചേട്ടൻ ഇങ്ങോട്ട് വിടും. എടി ചേട്ടൻ ഫോൺ എടുക്കുന്നില്ലെന്ന്. പുള്ളി വന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഈ കൊച്ചിലായിരുന്നെങ്കിൽ ഞാനെങ്കിലും അങ്ങ് വന്നേനെ. ഞാൻ എന്നാ ചെയ്യും? നീ എവിടെ നിൽക്കേ? ചേട്ടൻ വരട്ടെ. എത്ര നേരം ഇങ്ങനെ നിൽക്കണം? എനിക്ക് വയ്യ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ലിഫ്റ്റ് ചോദിച്ചു വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ തന്നെ നിൽക്കും. ആ ശരി. ചേട്ടാ എത്രയായി? 150 രൂപ മോളെ. എന്നാ മോളെ. മോളെ അതിൻ്റെ കവർ പൊട്ടിക്ക്, എന്നിട്ട് വായിലിട്, അത് കയറിക്കോളൂ. ചേട്ടാ എനിക്ക് ലിഫ്റ്റ് തരുമോ അടുത്ത ടൗൺ വരെ? വയനാട് അതിനെന്താ കയറിക്കോ. അല്ലെങ്കിൽ ഇവിടെ സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ബസ്സൊന്നും ഇല്ല. താനെങ്ങോട്ടാ? എന്നെ അടുത്ത ടൗണിൽ വിട്ടാൽ മതി. ടൗണിലോടെ വീട്? എൻ്റെ വീടല്ല, കസിൻ്റെ വീട്. താനെന്തിനാ പിന്നെ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് പോരായിരുന്നു? കുറേ നേരമായി സ്റ്റാൻഡിൽ നിൽക്കുന്നു, അപ്പോൾ വിചാരിച്ചു കുറച്ച് നടക്കാമെന്ന്. അടിപൊളി. നല്ല ബെസ്റ്റ് സ്ഥലത്ത് നടക്കാറിങ്ങി. കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ കൊടും കാടാ. താനിനും പോന്നിട്ടില്ല? ഇല്ല. അതെന്താ ഒറ്റയ്ക്ക് വന്ന്? വെറുതെ. പേരെന്താ? ദിയ. എൻ്റെ പേര് ലിതിൻ. താൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെപ്പോലെ തന്നെ പണിയും കൂലിയൊന്നും ഇല്ലല്ലേ? വേറുണ്ട്. താൻ പഠിക്കുക? ഒന്ന് പെട്ടെന്ന് പോകാവോ? ദിയ, നീ പേടിക്കരുത്. യു ആർ സ്ട്രോങ് ഗേൾ. നീ അവൻ ദേഷ്യത്തോടെ നോക്കിയെത്തിരുന്ന പ്രശ്നമേ ഉള്ളൂ. കർത്താവേ കാത്തോണേ.
ലിബിൻ ലിബിൻ വാട്ട് ഹാപ്പൻ? വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. അതെ, വണ്ടി ശരിയാവുമെന്ന് തോന്നുന്നില്ല. താൻ വേണം ഇവിടെ ഇറങ്ങി കിടന്നു, വേറെ വണ്ടി വരും. ഞാനങ്ങനെ ഈ കാട്ടിക്കൂടെ വേറെ വണ്ടി വരുന്നവരെ ഞാനിവിടെ ഇരുന്നോളാം. അതിപ്പോ വണ്ടി വണ്ടി ഓക്കെ ആവുമോ? ഞാൻ ഏൽപ്പിച്ചെടുക്കാം, ഒരു മിനിറ്റ്. ഛീ, rascal. എന്തല്ലേ നമ്മുടെ നാട്? പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പേടിയായിരുന്നു രാത്രിയിൽ. ഇപ്പൊ പെണ്ണുങ്ങൾ കാരണം ആണുങ്ങൾക്കാ പേടി. കൊള്ളയടിക്കുക, കൊല്ലുക, എന്തൊക്കെയാ. അതിപ്പം രക്ഷപ്പെടാനാണെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നതിന് എന്താ കുഴപ്പം? ഞാനാണെങ്കിലും അതേ ചെയ്യൂ. കുഴപ്പമില്ല, പക്ഷെ പാവം പിടിച്ച ആൾക്കാരെ കൊല്ലുന്നത് മോശമല്ലേ? അത് പാവങ്ങളാണെങ്കിൽ കൊള്ളാം. യെസ് സാർ. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയോ? ആ സാർ, കംപ്ലീറ്റ് ആക്കി. ഫയലെല്ലാം കയ്യിലുണ്ടോ അതോ ഓഫീസിലാണോ? എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് സാർ. ക്ലയൻസിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, എല്ലാം ക്ലിയർ ആണ്, അവർക്ക് ഡൗട്ടൊന്നുമില്ല, എവറിത്തിങ്സ് ഫൈൻ. ഓക്കെ ദിയ, മണ്ടേ കാണാം. ഓക്കെ സാർ. ഓക്കെ. അറിയില്ല, ടൗൺ എത്താറായെന്ന് തോന്നുന്നു. എങ്കിൽ നീ അവിടെ ഇറങ്ങിക്കോ, ഞാൻ ചേട്ടായിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നീ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി. കുറച്ച് വേഗം വരാൻ പറയണേ. ആ ശരി ശരി. അതെ, നമുക്കൊരു ഹോട്ടലിൽ കയറിയിട്ട് പോയാലോ? എന്തിന്? അതൊന്നും വേണ്ട. അല്ല, എനിക്ക് വേണം. തനിക്ക് എന്ത് വേണമെന്ന്? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം.
സാറേ. കെട്ടടി കെട്ടി, നിനക്ക് ട്രോള ഇപ്പൊ കെട്ട്, നീ തീർന്നു. Fuck you, bastard. ലിബിൻ, ലിബിൻ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഡോ, തനിക്കിത് എന്ത് പറ്റി? എന്താ പറഞ്ഞേ? ഞാനിവിടെ ഇറങ്ങിക്കോളാമെന്ന്. സത്യമായിട്ടും താൻ കേട്ടില്ലേ? താങ്ക്സ്. ഇനി താൻ വിട്ടോ. താങ്ക്സ്.